ഹലോ വെൽക്കം ബാക്ക് ടു വാക്വോ ലേണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡു എന്ന് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങാം എന്നാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവ് യു എന്ന് വെച്ചിട്ട് എങ്ങനെ ചോദ്യം ചോദിച്ചു തുടങ്ങാം എന്നാണ്. അപ്പോൾ തുടങ്ങല്ലേ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ നേരത്തെ ദുബായ് സന്ദർശിച്ചിട്ടുണ്ടോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹാവ് യു വിസിറ്റഡ് ദുബായ് ബിഫോർ എന്ന് ചോദിക്കാം അല്ലേ. ഇനി വേറൊന്ന്, നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇവിടെ നീ ഇന്നലെ പഠിച്ചിട്ടുണ്ടോ എന്നൊന്നല്ല ചോദിക്കുന്നത്, നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? പരീക്ഷയുടെ ദിവസമാണ്. അപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നീ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടോ? അതായത് എപ്പോഴാണ് പഠിച്ചത് എന്നതിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? ഹാവ് യു സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ് എന്ന് ചോദിക്കും അല്ലേ. ഇനി മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മൾ ടീച്ചർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ? ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇന്നലെ രാത്രി ചെയ്തോ ഇന്ന് രാവിലെ ചെയ്തോ എന്നൊന്നും ടീച്ചർക്ക് അറിയണ്ട. നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഡൺ ദ ഹോംവർക്ക്? എന്താണ്? ഹാവ് യു ഡൺ ദ ഹോംവർക്ക് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ. ഈ 3 ഹാവ് യുവിന് ശേഷം വന്നത് വേർബിൻ്റെ ഒരു പ്രത്യേക ഫോമാണ്. ഏത് ഫോമാണ്? തേർഡ് ഫോമല്ലേ വന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഹാവ് യു ഡൺ ദ ഹോംവർക്ക് എന്ന് നോക്കുക. അതിൽ ഡൺ എന്നാണ് വന്നിട്ടുള്ളത്. ഡണ്ണിൻ്റെ ബേസ് ഫോം എന്താണ്? ഡു എന്നാണ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. ഡുവിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ഡു, ഡിഡ്, ഡൺ. ഡൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് വേർബിൻ്റെ 3ാമത്തെ ഫോമാണ് ഹാവ് യുവിന് ശേഷം വരിക. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഫോർഗോട്ടൺ എനിത്തിങ്? ഹാവ് യു ഫോർഗോട്ടൺ എനിത്തിങ് എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു കഴിഞ്ഞിട്ട് വന്നത് ഫോർഗോട്ടൺ ആണ്. അതിൻ്റെ ബേസ് ഫോം എന്താ? ഫോർഗെറ്റ്. ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൺ അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഈ അടുത്തായിട്ട് ഭയങ്കര തിരക്കാണോ? നിങ്ങൾ ഈ അടുത്തായിട്ട് ഭയങ്കര തിരക്കാണോ? എങ്ങനെ ചോദിക്കും? ഹാവ് യു ബീൻ ബിസി ലേറ്റ്ലി? ഹാവ് യു ബീൻ ബിസി ലേറ്റ്ലി. ഇവിടെ തിരക്കാണോ, തിരക്കായിരിക്കുക, ആ ഒരു അവസ്ഥയെ കാണിക്കാനാണ് നമ്മൾ ബി എന്ന വേർബ് യൂസ് ചെയ്തത്. ബീൻ്റെ 3ാമത്തെ ഫോമാണ് ബീൻ. ഇനി ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഈ അടുത്തായിട്ട്. ഈ അടുത്തായിട്ട് എന്ന അർത്ഥം കാണിക്കാനാണ് നമ്മൾ ലേറ്റ്ലി എന്ന് യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസുകളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളോട് നമ്മൾ ചോദിച്ചതാണ് അല്ലേ. ഇനി ഒന്നിലധികം ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഒരു എക്സാമ്പിൾ നോക്കിയാലോ. അവർ നിന്നെ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ? അവർ നിന്നെ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാവ് ദേ മെറ്റ് യു ബിഫോർ? ഹാവ് ദേ മെറ്റ് യു ബിഫോർ എന്ന് ചോദിക്കാം അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ. ഇവിടെയും നമ്മൾ എന്താ? മീറ്റാണ് ബേസ് ഫോം. അതിൻ്റെ 3ാമത്തെ ഫോം ആയിട്ടുള്ള മെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മീറ്റ്, മെറ്റ്, മെറ്റ്, മെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കുറിച്ച് പറയാം. നമ്മൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാവ് വി ഫോർഗോട്ടൺ എനിത്തിങ്? ഹാവ് വി ഫോർഗോട്ടൺ എനിത്തിങ് എന്ന് ചോദിക്കാം അല്ലേ. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? നമ്മൾ യു യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഹാവിൻ്റെ കൂടെ വി ആണെങ്കിലും ദേ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുക. അതായത് ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഹാവ് ദേ, ഹാവ് വി, ഹാവ് യു പോലെ തന്നെയാണ് യൂസ് ചെയ്യുക. ഇനി ഒരാളെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ, അവളെയോ അവനെയോ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നറിയോ? അവിടെ ഹാവ് അല്ല വരിക, ഹാസ് ആണ് വരിക. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. അവൾ നിന്നെ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ? അവൾ നിന്നെ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹാസ് ഷീ മെറ്റ് യു ബിഫോർ? ഹാസ് ഷീ മെറ്റ് യു ബിഫോർ എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഹാസ് എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഷീ ആണെങ്കിലും ഹീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും അവിടെ ഹാവ് അല്ല, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം സെയിം ആണ്. അതായത് വേർബിൻ്റെ 3ാമത്തെ ഫോം തന്നെയാണ് ഹാസ് ആണെങ്കിലും ഹാവ് ആണെങ്കിലും കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഹാവ് യു എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിച്ചു തുടങ്ങേണ്ട മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഹാവ് യു എന്ന് ചേർത്താണ് ചോദ്യം ചോദിച്ചു തുടങ്ങേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹാവ് യു എവർ ട്രാവൽഡ് എബ്രോഡ്? ഹാവ് യു എവർ ട്രാവൽഡ് എബ്രോഡ് എന്നാണ് ചോദിക്കുക അല്ലേ. ഇവിടെ എവർ എന്ന് വെച്ചാൽ എന്താ? എപ്പോഴെങ്കിലും എന്ന അർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ എവർ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും പിസ്സ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും പിസ്സ കഴിച്ചിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കും? ഹാവ് യു എവർ ഈറ്റൻ എ പിസ്സ? ഇവിടെ ഈറ്റൻ എന്നാണ് അല്ലേ വന്നിട്ടുള്ളത്. ഈറ്റൻ എന്ന് പറഞ്ഞതിൻ്റെ ബേസ് ഫോം എന്താണ്? ഈറ്റ് ആണ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. വേറൊരു എക്സാമ്പിൾ,
നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഡ്രിവൻ എ കാർ? ഹാവ് യു എവർ ഡ്രിവൻ എ കാർ? ഇവിടെ ഡ്രിവൻ്റെ ബേസ് ഫോം എന്താണ്? ഡ്രൈവ് ആണ്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൻ. ഇനി ഹാവ് യു എന്ന് വെച്ചിട്ട് ചോദ്യം ചോദിക്കാവുന്ന മറ്റൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിൻ്റെ കയ്യിലൊരു പെന്നുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ പെൻ എന്ന് ചോദിക്കാം അല്ലേ? ഇങ്ങനെ ചോദിച്ചാൽ മതി. പക്ഷെ ഹാവ് യു എന്ന് വെച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. എങ്ങനെ നോക്കിയാലോ? ഹാവ് യു ഗോട്ട് എ പെൻ? ഹാവ് യു ഗോട്ട് എ പെൻ എന്ന് ചോദിക്കാം. ഇനി മറ്റൊരു എക്സാമ്പിൾ. 1 മിനിറ്റ് സമയമുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് എ മിനിറ്റ് എന്ന് ചോദിക്കാം അല്ലേ? അങ്ങനെ ചോദിച്ചാൽ മതി. ഹാവ് യു എന്ന് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഗോട്ട് എ മിനിറ്റ് എന്ന് ചോദിക്കാം. ഇവിടെ ഹാവ് യുവിന് ശേഷം ഉണ്ടോ, സമയമുണ്ടോ, അല്ലെങ്കിൽ പെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ, ആ ഉണ്ടോ എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോട്ട് യൂസ് ചെയ്യുന്നത്. ഗോട്ടിൻ്റെ ബേസ് ഫോം എന്താണ്? ഗെറ്റ് ആണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. അപ്പോൾ ഈ സെഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ വെറും രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ആൻസേഴ്സ് കോമൻറ്റ് ബിലോ. ക്വസ്റ്റ്യൻ നമ്പർ 1, നീ എന്നോട് യോജിക്കുന്നുണ്ടോ? നീ എന്നോട് യോജിക്കുന്നുണ്ടോ? ആർ യു എഗ്രി വിത്ത് മീ എന്നാണോ? ഡു യു എഗ്രി വിത്ത് മീ എന്നാണോ? ഹാവ് യു എഗ്രീഡ് വിത്ത് മീ എന്നാണോ? ക്വസ്റ്റ്യൻ നമ്പർ 2, നീ മുറി വൃത്തിയാക്കുകയാണോ? ശ്രദ്ധിക്കുക, നീ മുറി വൃത്തിയാക്കുകയാണോ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ആർ യു ക്ലീനിങ് ദ റൂം എന്നാണോ? ഡു യു ക്ലീൻ ദ റൂം എന്നാണോ? ഹാവ് യു ക്ലീൻഡ് ദ റൂം എന്നാണോ? അപ്പോൾ ആൻസേഴ്സ് കോമൻറ്റ് ബിലോ. ഇനി മറ്റൊരു റെലവൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രം വാക്വോ.